എന്തോ നിങ്ങൾ എന്നെ പറ്റി എഴുതി നശിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടല്ലോ. എന്താ സംഭവിച്ചതെന്ന് നിങ്ങളല്ലേ പറയേണ്ടത്. ഞാനറിയില്ല എന്താ സംഭവിച്ചതെന്ന്. എൻ്റെ ഭാഗത്ത് പാളിച്ചൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. പ്രതിപക്ഷ നേതാവ് വരാൻ താമസിച്ചതിനെ തുടർന്ന് താങ്കൾ ദേഷ്യപ്പെട്ടതായിട്ടാണ്. പ്രതിപക്ഷ നേതാവിന് ചേർന്ന് ഞാനെന്തിന് ദേഷ്യപ്പെടണം? ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി മണിക്കൂറുകൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. ഞാനെന്തിന് അതിന് ക്ഷുഭിതരാവണം? പക്ഷേ എങ്കിൽ മാധ്യമങ്ങൾ കാണിച്ചൊരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത കണ്ടപ്പോൾ ഞാൻ ദീപ്തിയോട് ചോദിച്ചു, എത്ര മണിക്കാണ് മാധ്യമങ്ങളെ വിളിച്ചതെന്ന് ചോദിച്ചു. 10 മണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ സമയം 10:45 മറ്റേ ഇല്ലേ, 10:45 മറ്റേ. അപ്പം ഞാൻ പറഞ്ഞു, മണി ഇത്രയായോ, മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറഞ്ഞിട്ട് വന്നു. അത് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, എനിക്കതിനകത്ത് സതീശൻ അന്ന് അദ്ദേഹത്തിന് വേറൊരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം, ആലപ്പുഴ DCCയുടെ ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കാനുണ്ടായിരുന്നു, YMCAയുടെ ചടങ്ങ്. അതിൻ്റെ അകത്ത് ആ ചടങ്ങിൽ പോയത് കൊണ്ടാണ്. ഏറെ വൈകിട്ടൊന്നുമില്ല, അദ്ദേഹം ഇൻ ടൈം വന്നിരുന്നു. കുറച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പുള്ളി വരികയും ചെയ്തിരുന്നു. നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നിങ്ങളിതൊന്നും കെട്ടിപ്പോക്കി കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ ഒരു കാര്യം പറയാം, ഐ ആം വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. എവിടെയും എന്തിലും ഞാൻ ആരെ മുമ്പിലും ഞാൻ വളരെ നേരെ ചൊവ്വേവാ എന്ന് പറയുന്ന ഒരാളാണ്. എനിക്ക് ഇതിനകത്തൊന്നും കുശുമ്പുമില്ല, എനിക്ക് എന്താ പറയുക, വളഞ്ഞ ബുദ്ധിയുമില്ല. അവിടെ നേരെ ചൊവ്വയെ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്കും എന്നോട് നേരെ ചൊവ്വയെ പറയാം. നിങ്ങളിങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പോൾ കുറേയായിട്ട്. ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ. എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാളേറെ ഈ സമര ജാഥക്ക് അദ്ദേഹമാണ് മുൻകൈ എടുത്തതും, അദ്ദേഹമാണ് ഓടിയതും, അദ്ദേഹമാണ് ചെയ്തതൊക്കെ. അതുകൊണ്ട് എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാളെ, സതീശനെ ഒന്നും നമുക്ക് തള്ളിപ്പറയാനോ മോശമാക്കാനൊന്നും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് സതീശനും ഞാനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?